ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ്സ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ സർവ്വമായ പറ്റിയാണ്. സിനിമ അങ്ങനെ 100 കോടി ക്ലബ്ബിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ നെയിംപോളി ഒരു വമ്പൻ തിരിച്ചു വരവ് തന്നെ നടത്തിയിരിക്കണം. അപ്പോൾ ഈ സക്സസ് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ നടക്കട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത റിലീസിന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതും 100 കോടി തന്നെ അടിക്കട്ടെ. കാട്ടാളവൻ എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ ഷാരിഫ് മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിത്രമാണല്ലോ മമ്മൂട്ടി ഖാലിദ് റഹ്മാൻ ചിത്രം. സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ സിനിമയിലേക്ക് നസ്ലിനും ജോർജും വരാൻ ഒരു ചെറിയ റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഒഫീഷ്യൽ വാർത്തയല്ല. നസ്ലിൻ ഏകദേശം ഉറപ്പിച്ചൊരു സംഭവമാണ്. പക്ഷേ നമ്മുടെ ജോർജും ഉണ്ടെന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ വാർത്ത ഫൈനലി ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ തലേവർ 173 ഡോണിൻ്റെ ഡയറക്ടറായ സിബി ചക്രവർത്തിയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും നല്ലൊരു കിടു സിനിമ തന്നെ ആവട്ടെ. എന്തായാലും നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ദളപതി വിജയുടെ അവസാന ചിത്രമാണല്ലോ ജനനായകൻ. സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ട്രെയിലർ ഒരു ആവറേജ് ട്രെയിലറായിട്ടാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം. നമ്മുടെ ട്രെയിലറിൽ നിന്ന് നമുക്ക് ഒറ്റ കാര്യം മനസ്സിലാക്കാം. ജനനായകൻ ഭഗവത് കേസരി എന്ന സിനിമയുടെ റീമേക്കാണ്. പിന്നെ റീമേക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ദളപതി വിജയ് എന്തായാലും ഉറപ്പായിട്ടും മിന്നിക്കുമെന്ന് ഉറപ്പാണ്. പിന്നെ ചെറിയ മോഡിഫിക്കേഷൻ എന്തായാലും വരുത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സയൻസ് ഫിക്ഷൻ സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. എന്തായാലും ജനുവരി 9 നമുക്ക് ജനനായകൻ കാണാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ജനനായകൻ്റെ ഒപ്പം ക്ലാഷ് വെക്കുന്ന ചിത്രമാണ് ശിവകാർത്തികേയൻ്റെ പരശക്തി. നമ്മുടെ വിജയിയുടെ അടുത്ത് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിജയ്ക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞൊരു ചിത്രമാണ് പരശക്തി. അപ്പോൾ എന്തായാലും സിനിമയുടെ ട്രെയിലർ ഇന്നേ ദിവസം വൈകിട്ട് 6 മണിക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പരശക്തി എന്ന സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. KGF 2 ശേഷം യാഷ് നായകനാവുന്ന ചിത്രമാണല്ലോ ടോക്സിക്. സിനിമയുടെ ട്രെയിലറിനെ പറ്റി ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. സിനിമയുടെ ട്രെയിലർ ഈ വരുന്ന ജാനുവരി 8 അതായത് യാഷിൻ്റെ ബർത്ത്ഡേ അന്ന് റിലീസ് ചെയ്യാനാണ് നമ്മുടെ സിനിമ ടീംസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒഫീഷ്യൽ ഡേറ്റിന് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. പാട്രിയോട്ട് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നു. അതിനുശേഷം നമ്മുടെ മമ്മൂക്ക ജോയിൻ ചെയ്തിരിക്കണം നമ്മുടെ രഞ്ജിത്ത് ചിത്രത്തിലേക്കാണ്. സിനിമ രചന ചെയ്തിരിക്കണം നമ്മുടെ ഉദയകൃഷ്ണനാണ്. അപ്പോൾ മമ്മൂക്ക ഒരു 15 മിനിറ്റിൻ്റെ ക്യാമി ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും മറ്റ് അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വെങ്കി അട്ലൂരി ഡയറക്റ്റ് ചെയ്യണ ചിത്രമാണല്ലോ സൂര്യ 47. അതായത് നമ്മുടെ ലക്കി ഭാസ്കറിൻ്റെ ഡയറക്ടറാണ്. നമ്മുടെ ദുൽഖറും സിനിമയിൽ ഒരു ക്യാമിയോ വേഷത്തിൽ എത്തുന്നുണ്ട് എന്ന് റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഭാസ്കർ എന്ന പേരിൽ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കാം. ലോകേഷ് അടുത്തതായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പോണ ചിത്രം നമ്മുടെ അല്ലു അർജുൻ്റെ ഒപ്പമാണല്ലോ. സിനിമ നമ്മുടെ ഇരുമ്പൈ മായാവി തന്നെയാണെന്ന് ഉറപ്പില്ല, എങ്കിലും മിക്കവാറും അത് തന്നെ ആയിരിക്കും. എന്നാൽ ഈ വർഷം തന്നെയാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ജൂലൈയിൽ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.